എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാരക്ടർ പോസ്റ്റർ റിയാക്ഷൻ വീഡിയോ ആണ് എംപുറാൻ. അപ്പോൾ എംപുറാന്റെ 36 ക്യാരക്ടർ പോസ്റ്റേഴ്സ് 18 ദിവസം കൊണ്ട് 36 ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് 2 ഹെവി ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ് ഇന്ന് റിവീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഡയറക്ടർ സാറിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ഒരേ ഒരു രാജാവ്. ഓക്കെ, അപ്പം ആ 2 ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ് ഇന്ന് റിവീൽ ചെയ്തിട്ടുള്ളത്. രാവിലെ നമ്മുടെ രാജുവേട്ടന്റെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ രാജുവേട്ടൻ പറഞ്ഞിട്ടുള്ളത് സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടർ ലൂസിഫർ ഫ്രാഞ്ചൈസിലേക്ക് വന്നപ്പോഴത്തേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയെ സഹായിക്കാൻ വരുന്ന ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ആ ഒരു ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ എംപുറാനിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ തന്നെ ഒരു പാസ്റ്റ് സ്റ്റോറി സയ്യിദ് മസൂദിനുമുണ്ട്. ആ ഒരു ലോഗമൊക്കെ എംപുറാനിലേക്ക് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആൾസോ നോൺ ആസ് എബ്രാം ഖുറേഷി എങ്ങനെയാണ് സായിദുമായിട്ട് ഒരുമിക്കുന്നത്, ഈ സായിദിന്റെ ആ ഒരു ലോകത്തിലേക്ക് എങ്ങനെയാണ് എബ്രാം ഖുറേഷി എത്തപ്പെടുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ ലൂസിഫറിൽ നമ്മുടെ മൈൻഡിലേക്ക് വന്ന ചില ചോദ്യത്തിനൊക്കെ ഉത്തരം എംപുറാനിൽ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഡയറക്ടർ സാർ പൃഥ്വിരാജ് സുകുമാരൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സയ്യിദ് മസൂദിന്റെ ആ ഒരു ക്യാരക്ടർ, സയ്യിദ് മസൂദിന്റെ പാസ്റ്റ് കാണാനായിട്ട് ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആണ്. സയ്യിദ് മസൂദിന്റെ ആ ഒരു ചെറുപ്പകാലം ചെയ്യുന്നത് സലാറിൽ നമ്മുടെ രാജുവേട്ടന്റെ ചെറുപ്പകാലം ചെയ്ത അതേ ആക്ടർ തന്നെയാണ്. കിഡിലൻ ആക്ടറാണ്. സലാറിലൊക്കെ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് കാണാനായിട്ടും അത് മാത്രമല്ല നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് ആരാണ് അല്ലെങ്കിൽ എബ്രാം ഖുറേഷിയുടെ പാസ്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാനായിട്ടും അതായത് ചെറുപ്പകാലം ചെയ്യുന്നത് ആരാണെന്ന് അറിയാനായിട്ടും ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് എംപുറാനിൽ വരാൻ പോകുന്നത്, നമ്മുടെ സയ്യിദ് മസൂദ് കുട്ടി സയ്യിദ് മസൂദിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, രാജുവേട്ടൻ പറഞ്ഞതനുസരിച്ച് സയ്യിദ് മസൂദിന്റെ ആ ഒരു ലോകം എങ്ങനെയാണ് സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നതെന്ന് കാണാനായിട്ട് ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും ഇന്ന് വൈകുന്നേരം സയ്യിദ് മസൂദിന് ശേഷം ഓക്കെ ജനറൽ വന്നു, ഇനി കിങ് വരണ്ടേ. അങ്ങനെ അവസാനം നമ്മുടെ ഒരേ ഒരു രാജാവിന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിരിക്കുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ആൾസോ നോൺ ആസ് എബ്രാം ഖുറേഷി. നമുക്കറിയാം ലൂസിഫറിലേക്ക് വന്നപ്പോഴത്തേക്കും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊരു ക്യാരക്ടറിനെ മാത്രമേ നമുക്ക് പടം കാണുന്നതിന് മുമ്പ് അറിയത്തുള്ളായിരുന്നു. പടം ഫസ്റ്റ് കണ്ടിട്ട് ക്ലൈമാക്സിൽ നമ്മൾ ടൈലൻഡ് കണ്ടപ്പോഴത്തേക്കും വായും പൊളിച്ചിരുന്നതാണ്. ലാലേട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് എബ്രാം ഖുറേഷി ആയിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു വാവ് ഫാക്ടർ കിട്ടിയിരുന്നു. അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നമ്മുടെ എംപുറാനിലേക്ക് വന്നപ്പോഴത്തേക്കും എബ്രാം ഖുറേഷി ആരാണ്, എന്താണ്, എങ്ങനെയാണ് സ്റ്റീഫൻ എബ്രാം ഖുറേഷി ആയത് എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ എംപുറാൻ കാണാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലാലേട്ടന്റെ ഒരു കിടുക്കാച്ചി ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമുക്കറിയാം ലാസ്റ്റ് ലൂസിഫറിൽ മൊത്തം വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വന്നിട്ട് ലാസ്റ്റ് സംഭവം ക്ലൈമാക്സോട് അടുപ്പിച്ച് ഒരു ബ്ലാക്കും വൈറ്റും ഡ്രസ് കോഡിലേക്ക് ലാലേട്ടൻ മാറുന്നുണ്ട്. ഇവിടെയും ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററിലേക്ക് നോക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് ഒരു ഡെവിളിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മാസം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസത്തെ ഇതിനു മുമ്പ് നമ്മുടെ ഡയറക്ടർ സാറ് ചെകുത്താൻ വരുവാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഒരു അറിയിപ്പെന്ന പോലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഈ ഒരു കണ്ണിൻ്റെ പോർഷനൊക്കെ വെച്ചിട്ട്. ആ ഒരു നോട്ടത്തിൽ യജാതി ഇൻറ്റൻസിറ്റിയുടെ യജാതി ഒരു പവർ നമുക്ക് ആ ഒരു നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് എബ്രാം ഖുറേഷി. ഓക്കെ, സ്റ്റീഫനെ എബ്രാം ആക്കിയിട്ട് കാണിക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു ഒറ്റ നോട്ടത്തിൽ അത് ഈ ക്യാരക്ടർ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു തീ നമുക്ക് ഈ ഒരു ലാലേട്ടൻ്റെ ഈ ഒരു ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ക്യാരക്ടർ പവർഫുൾ ആക്കാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. ആ ഒരു ലൂസിഫറിലാണെങ്കിൽ നോട്ടത്തിന്റെ കളിയാണ്, ആ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു നോട്ടം ഉണ്ട് ലാലേട്ടൻ്റെ. ലൂസിഫറിനകത്ത് മൊത്തം അതിന്റെ അയ്യര് കളിയായിരുന്നു. അപ്പം ഇനിയിപ്പം എംപുറാനിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സ്റ്റീഫനകത്തുള്ള എബ്രാം ഖുറേഷിയെ കാണിക്കുകയാണ് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു നോട്ടത്തിലൂടെ. ഇനിയിപ്പം എംപുറാനിലേക്ക് വരുമ്പോഴത്തേക്കും അത് എത്തരത്തിലാണെന്ന് കാണാനായിട്ട് വല്ലാണ്ട് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇപ്രാവശ്യം എംപുറാന്റെ എല്ലാ ക്യാരക്ടർ പോസ്റ്ററിന്റെയും കൂടെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആക്ടർ ആരാണോ അവരുടെ ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. രാവിലെ നമ്മുടെ രാജുവേട്ടനെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ലാലേട്ടന്റെയും വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി എബ്രാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി എബ്രാം അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി എബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ ഒരു പക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിന്റെ ട്രയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ 3ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിന്റെ 2ാം ഭാഗം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അതിന്റെ ലൊക്കേഷനുമൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്താണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരിക്കും ഇത്. എമ്പുരാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖുറേഷി എബ്രാം
ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്. ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താൻ്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ. മാർച്ച് 27. അപ്പൊ അതാണ് ലാലേട്ടനും പറഞ്ഞത്. അതായത് ഞാൻ ഈ പടം കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള ആ ഒരു പാസ്റ്റ് കാണാനായിട്ട്, നമ്മുടെ സായിദ് മസൂദും എബ്രാം ഖുറേഷി എങ്ങനെയാണ് ഒരുമിക്കുന്നത്, അവരുടെ ആ ഒരു വേൾഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കാണാനായിട്ട്. അതേപോലെ തന്നെയാണ് എബ്രാം ഖുറേഷി നമ്മുടെ കേരളത്തിലേക്ക് പിന്നീട് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ഉറപ്പായിട്ടും വരണമല്ലോ. ആ ഒരു മുണ്ടും മടക്കി കുത്തി നമുക്ക് ആ ഒരു അപ്പിയറൻസിലും ലാലേട്ടന്റെ, ശരിക്കും പറഞ്ഞാൽ ലൂസിഫറിന്റെ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും വലിയ സ്റ്റാറിന്റെ 2 എക്സ്ട്രീം ലുക്കുകളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത്. അതായത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാർട്ടും നമ്മുടെ സാധാ നാടൻ മുണ്ടു മടക്കി കുത്തിയുള്ള അടിയുള്ള ഒരു പാർട്ടും. ശരിക്കും പറഞ്ഞാൽ 2 എക്സ്ട്രീം ആയിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ 2 എക്സ്ട്രീം ആയിട്ടുള്ള ലുക്കാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനായിരിക്കും അതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ കണക്ക് 3-ാം പാർട്ടിലേക്കുള്ള ആ ഒരു ടൈലന്റ് എന്ത് കണക്ഷനാണ് അവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളും അതൊക്കെ തന്നെയാണ് കാത്തിരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് ഞാൻ ഇവിടെ പറയുകയാണ് കേട്ടോ. അതേപോലെ ആരായിരിക്കും മെയിൻ വില്ലൻ? അഭിമന്യു സിംഗ് എന്ന ആക്ടറിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് 3-ാമതായിട്ട് വന്നിട്ടുള്ളത്. അഭിമന്യു സിംഗ് ആയിരിക്കുമോ മെയിൻ വില്ലൻ, അതോ മറ്റൊരു എബ്രാം ഖുറേഷിക്കൊത്ത ഒരു വലിയൊരു സംഭവം പടത്തിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. എന്താ അത് ആരും പറഞ്ഞതൊന്നും അല്ല, എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു തോന്നലുണ്ടാവുമല്ലോ. എബ്രാം ഖുറേഷിക്കൊത്ത ഒരു വില്ലൻ പടത്തിൽ കാണുമോ? തേർഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു വില്ലനെയും കൂടെ കൊണ്ടിടണമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ അത് ആരായിരിക്കും എന്നുള്ളതും, നമ്മുടെ സ്റ്റീഫന്റെ ചെറുപ്പകാലം ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളതിലുമൊക്കെ ഒരു കൗതുകമുണ്ട്. അത് പടത്തിൽ കാണാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തായാലും ഒരു സർപ്രൈസിങ് ഫാക്ടർ പടത്തിൽ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ ഇന്ന് ന്യൂസ് കേട്ടു, മാർച്ച് 27-ാം തീയതി സിനിമ പണി മുടക്കും. എന്തോടെ ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഇവർ ഈ പണി മുടക്കുന്നത് സിനിമ നഷ്ടത്തിലാണ്, തിയേറ്ററൊക്കെ നഷ്ടത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കേട്ടത്. മലയാളത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്നു, മലയാളം ഇൻഡസ്ട്രിക്ക് ആകെ ഗുണകരമായിട്ട് മാറാവുന്ന ഒരു പ്രൊജക്റ്റ് വരുമ്പോഴത്തേക്ക്, അതായത് മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു പടം, ഓക്കെ, പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ശ്രദ്ധ പിടിച്ച് പറ്റേണ്ട, നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കേണ്ട ഒരു പടം വരുമ്പോഴത്തേക്കും അതിൻ്റെ കടക്കൽ കൊണ്ട് കത്തി വയ്ക്കുന്നത് ശരിക്കും മണ്ടത്തരമല്ലേടേ? നമ്മുടെ കഞ്ഞിയിൽ നമ്മൾ തന്നെ വാറ്റ ഇടുന്ന ആ ഒരു സംഭവം അല്ലേ? ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അവർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും മാർച്ച് 27-ന് ഇനി അത് മാറ്റിയൊന്നും അറിയത്തില്ല, ഞാൻ ന്യൂസിൽ കണ്ടതാണ്. എന്തരടേ ശരിക്കും എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്. സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടുന്ന കണക്ക് ആയി പോകും. അങ്ങനെ എന്തെങ്കിലും ആരുടെ ഭാഗത്തു നിന്ന്, ഏത് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാലും അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടുന്ന കണക്കേ ആവത്തുള്ളൂ. നമ്മുടെ ഇൻഡസ്ട്രിക്ക്, മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിക്ക് ഇത്രയും വലിയൊരു പടം വരുമ്പോഴത്തേക്ക് അതെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്തായാലും പടം വരും, കിടിലനാവും എന്നുള്ളതാണ് പ്രതീക്ഷ. ക്യാരക്ടർ പോസ്റ്ററിൽ ലാലേട്ടൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളി തകർത്തും. ഓക്കെ, ദീപക് ദേവ് എന്തിനാണ് അണ്ണം ഇനി പടച്ചുവിടാൻ പോണതെന്നും അതും ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ് കേട്ടോ. നമ്മുടെ ഖുറേഷി അബ്രാമിനും സ്റ്റീഫൻ നെടുമ്പള്ളിക്കും ഒരു തിയേറ്റർ കത്തിക്കൽ മൊമെന്റ് ഉണ്ടല്ലോ, അത് എന്തായിരിക്കും എന്നറിയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, കട്ട വെയിറ്റിംഗ്. അപ്പം എന്തായാലും നമ്മുടെ ക്യാരക്ടർ പോസ്റ്റർ റിവീലിംഗ് സംഭവം, ആ ഒരു ചടങ്ങ് ഇതോടെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. രാവിലെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ക്യാരക്ടർ വന്നു. അത് കണക്ക് ഏറ്റവും വലിയ വേറൊരു കാര്യം പറയാൻ വിട്ടുപോടെ, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ആക്ടറായിട്ടുള്ള ജെറോം ഫ്ലിൻ. ഓക്കെ, അപ്പം ആ ഒരു ആക്ടറും നമ്മുടെ എംബ്രാനിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നാഷണൽ ലെവലിലെങ്കിലും നമ്മുടെ എംബ്രാൻ്റെ ആ ഒരു കാസ്റ്റിംഗ്, ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആക്ടറിൻ്റെ കാസ്റ്റിംഗ് ചർച്ചയായിട്ടുണ്ട്. പല നാഷണൽ ലെവൽ മീഡിയാസിലും ഞാൻ അത്തരത്തിലുള്ള പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ എംബ്രാനെ ഏറ്റവും വലിയ ഗുണകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതും പുള്ളിയെ എങ്ങനെയാണ് സ്ക്രീനിൽ നമ്മുടെ രാജുവേട്ടൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സംഭവമായി പോയിട്ടോ. എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതേ കണക്ക് ലൂസിഫറിൽ നിന്ന് അഡീഷൻ ആയിട്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അഭിമന്യു സിംഗിന്റെ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ലൂസിഫറിൽ നിന്ന് അഡീഷൻ ആയിട്ടുള്ള കുറേ കാസ്റ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം നമ്മുടെ എമ്പുറാൻ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് നമ്മുടെ ട്രെയിലറൊക്കെ വരാൻ സമയമായെന്നാണ് തോന്നുന്നത്. എക്സൈറ്റഡ് ആണ്. ടീസർ ഒരു 1.5 ആഘോഷമായിരുന്നു. അപ്പം ട്രെയിലറും ആ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടും എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പടം
ഒരേ ഒരു രാജാവിൻ്റെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കാം. ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ്. മാർച്ച് 27 ഉത്സവമായിരിക്കും, ഉത്സവം. വേറെ ഒന്നുമില്ല, കിട്ടിയില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.